ചൈനീസ് റിഫൈനറികൾക്കും എണ്ണക്കമ്പനികൾക്കുമൊക്കെ വിലക്ക് ഏർപ്പെടുത്തി ഉപരോധവുമൊക്കെ ട്രംപ് തുടങ്ങിയാൽ ആ തുടങ്ങുന്ന പ്രവൃത്തിയോട് ചൈനയുടെ വിദേശകാര്യ വക്താവ് ഓർക്കണം, ആ റേഞ്ചിലേ അവർ മറുപടി പറഞ്ഞുള്ളൂ. മന്ത്രിയും പറഞ്ഞില്ല, പിന്നെ മുകളിലോട്ടുള്ള ആരും പറഞ്ഞില്ല. ഒരു വിദേശകാര്യ വക്താവ് അമേരിക്കയോട് പറഞ്ഞു, വെറുതെ കളിക്കല്ലേ, കളിയിൽ കൊതിവിടും. കളിയിൽ കൊതിവിടുമെന്ന് മാത്രമല്ല, ഇത്തരം അനാവശ്യ കാര്യങ്ങളുണ്ടായി പ്രകോപിപ്പിച്ചാൽ അതിൻ്റെ മറുപടി കുറച്ച് കടുത്തതായിരിക്കും എന്ന് നൈസായ വാക്കുകളിൽ ട്രംപിനോട് മറുപടി പറഞ്ഞു. റഷ്യയിൽ പോയ അരാച്ചിയോട് വളരെ കൃത്യമായി അവിടെ ആ മേഖലയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ത് സഹായവും അവിടുത്തെ ജനങ്ങൾക്ക് തങ്ങൾ ചെയ്യുമെന്ന് റഷ്യയും ഉറക്കെ പറഞ്ഞു. റഷ്യയും ചൈനയും മധ്യസ്ഥ ചർച്ചയിൽ അങ്ങനെ ഇടം പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അവർ തന്നെയാണ് ഇറാൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തികളെന്നും അതുകൊണ്ട് അവരുടെ മേൽ കയറി വല്ലാതെ പണിയുന്നത് ഗുണകരമല്ലെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വെച്ച് അങ്ങനെ ഒരു ന്യായവും, പിന്നെ അതുകൂടാതെ ഈ സ്വന്തം വൈറ്റ് ഹൗസിലെയും ഹെക്സിത്തിനെയും പോലുള്ള ആളുകളെ കൊണ്ട് ഇറാൻ അങ്ങ് തകർന്നു, അവിടെ എല്ലാം പട്ടിണിയായി, ഓയിൽ തീർന്നു, എല്ലാവരുടെയും ഓയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കുന്നത്. സാധാരണ അങ്ങനെ ഓയിൽ പോയി, ഓയിൽ തീർന്നാൽ പിന്നെ കാണേണ്ടത് ഇറാൻകാരുടെ പരിഭ്രാന്തിയാണ്. പക്ഷേ അവർ വളരെ കോൺക്രീറ്റാണ്, കൺസോളിഡേറ്റഡ് ആണ് എന്ന് മാത്രമല്ല, അവർ വീണ്ടും പറഞ്ഞു, പാകിസ്ഥാനിലൂടെ ട്രംപ് കെഞ്ചുകയാണ് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്ന് പറഞ്ഞു. കൂടാതെ ഇരുട്ടിൻ്റെ മറവിലല്ലാതെ നേർക്ക് നേരെ പോയാണ് റഷ്യയെയും ചൈനയെയും ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്ക് അരാക്ചി നേതൃത്വം നൽകുന്നത്. ഇതിൽ നിന്ന് കോൺഫിഡൻസ് എവിടെയാണെന്നും നിലപാട് എവിടെയാണെന്നുമുള്ളത് വളരെ വ്യക്തമാണ്. അതിന് സമർത്ഥിക്കുന്ന കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം, വേണമെങ്കിൽ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തങ്ങളുടെ കൂടെയുള്ളത് ആരാണെന്ന് അറിയിക്കാതെ അമേരിക്ക ചൈനയുണ്ട് റഷ്യയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോയി പാകിസ്ഥാനോട് അങ്ങ് ഒപ്പിട്ട് കരാറിലേർപ്പെടാം. പക്ഷേ അതിനല്ല, തങ്ങളുടെ കൂടെ റഷ്യ ഉണ്ട് എന്ന് പരസ്യമായി കാണിച്ച് തന്നെ ഒപ്പം നിൽക്കാനാണ് അവർ ശ്രമിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവർ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാൽ തൊട്ടുകളയും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസ്താവനകളും മറ്റുമൊക്കെ ഇറങ്ങുമ്പോഴാണ് ചൈനയുടെ കപ്പലുകൾ യഥേഷ്ടം ഹോർമിസിലൂടെ കടന്നു പോകുന്നത് ഇറാൻ്റെ അനുവാദത്തോടുകൂടി. തൊടുന്നില്ല, ഒന്നിലും തൊടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതിന് പകരമാണ് ഈ പറയുന്ന ചൈനയുടെ ഹെങ്ലി പെട്രോകെമിക്കൽ റിഫൈനറി എന്ന് പറയുന്ന ഒരു റിഫൈനറിക്കും സമാനമായ ചില റിഫൈനറികൾക്കുമെതിരെ ഉപരോധം കൊണ്ടുവന്നത്. അവിടെ നിന്ന് എണ്ണ നീക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെയാണ് ഈ ഉപരോധം എന്ന് പറയുന്നത്. ഈ ഉപരോധത്തെ ചൈന പ്രതികരിച്ച രീതി വളരെ രസകരമാണ്. നമ്മൾ ചിലപ്പോൾ രാവിലെ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാനിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുന്നിൽ വന്ന് നിന്നിട്ട് പറയില്ലേ, ഞാനിന്ന് ഉപ്പായെ വിടില്ല, ഞാനിന്ന് പപ്പയെ വിടില്ല, ഞാനിന്ന് അച്ഛനെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയത്തില്ലേ, പോമോനെ അച്ഛൻ പോയിട്ട് വരട്ടെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെയാണ് പറഞ്ഞത്. വെറുതെ കളിക്കാൻ നിൽക്കണ്ട, കളിയിൽ കൊതി വിടുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഉറപ്പായും പിന്നിലുണ്ട് എന്നതാണ്. ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, തുറന്നു കിടന്ന ഹോർമിസ് ഇനിയും ഞങ്ങൾ തുറന്നു തരാം, അത് കരാറായി സ്വീകരിച്ച് അവിടെ അവസാനിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മാത്രമാണ്, ഈ നേവൽ ബ്ലോക്കേഡിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയില്ലാതെ ശാന്തമായി കപ്പലും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കാൻ കഴിയുന്നത് എന്നതാണ് ഒരു സത്യം. ഏതായാലും നമ്മളിൽ സാധാരണ പറയത്തില്ലേ, ആനയെ വാങ്ങാൻ വന്നവൻ ആനപ്പൂട കൊണ്ട് തൃപ്തി അടയുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്.